ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള അടിപൊളി ചിക്കൻ ഗ്രേവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോഴേക്കും ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു പീസ്, അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം, ചിക്കൻ ഫ്രൈ ചെയ്യാതെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല, ഇതിലേക്ക് നേരിട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം താനെ വരുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലൊക്കെ ഓൾറെഡി വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ കാശ്മീരി മുളക് പൊടിയായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണ്. കുരുമുളക് പൊടി ചേർക്കുന്നത് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 2 രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചിക്കൻ ഫ്രൈ ചെയ്യാതെയും തയ്യാറാക്കിയെടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.